നമസ്കാരം. നിയമസഭാ സ്പീക്കർ എം ഷംസീറിന് ശരീരം പുഷ്ടിപ്പെടുത്തുവാൻ ഇതാ സർക്കാർ ചിലവിൽ ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങുന്നു. ഇത് പറയുമ്പോൾ ഞെട്ടരുത് കേട്ടോ. സ്പീക്കറുടെ വസതിയിലേക്കുള്ള ഫിറ്റ്നസ് ഉപകരണങ്ങൾക്കായിട്ട് ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനം ഇവിടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴാണ് നമ്മുടെ സ്പീക്കർക്ക് ശരീരം പുഷ്ടപ്പെടുത്തുവാനും ശരീരം മിനുക്കുവാനുമുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ പോകുന്നത്. ട്രെഡ്മില്ല്, ലെഗ് കേൾ ആൻഡ് ലെഗ് എക്സ്റ്റൻഷൻസ്, അതിനുള്ള മെഷീൻസ്, കൊമേഴ്സ്യൽ ക്രോസ് ട്രെയിനർ മെഷീൻ, ഇവയ്ക്കാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ 5 HP മുകളിലുള്ള ട്രെഡ്മില്ലിൽ സമയം, ദൂരം, കലോറി, പവർ, ഹാർട്ട് റേറ്റ് അടക്കമുള്ള വിവരങ്ങൾ വളരെ കൃത്യമായി അറിയുന്ന LED സ്ക്രീൻ വേണം. അതടക്കമാണ് വേണ്ടത്. 180 കിലോയ്ക്ക് മുകളിൽ ഉപയോഗിക്കാനാകുന്ന ലെഗ് കേൾ ആൻഡ് ലെഗ് എക്സ്റ്റൻഷൻ മെഷീൻ വേണം. ഇനി കൊമേഴ്സ്യൽ ക്രോസ് ട്രെയിനർ മെഷീൻ, ഇവയൊക്കെയാണ് ആവശ്യമായി വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന കമ്പനിയുടെ ക്വാളിറ്റി അനുസരിച്ച് ഓരോ മെഷീനും 1.5 ലക്ഷത്തിന് മുകളിൽ ഉള്ളതുവരെ വിപണിയിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 വരെയായിരുന്നു ടെൻഡറിൽ പങ്കെടുക്കുവാനുള്ള അറിയിപ്പ്. തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്പനി പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമായിരിക്കും ടെൻഡർ കൊടുക്കുക. അപ്പോൾ മെഷീനുകൾ പ്രദർശിപ്പിക്കണം. സാധാരണ വീടുകളിലുള്ള ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങാനാണ് ടെൻഡർ എന്നാണ് സ്പീക്കറുടെ പക്ഷം, അല്ലെങ്കിൽ സ്പീക്കറുടെ ഓഫീസിൻ്റെ വിശദീകരണം എന്ന് പറയപ്പെടുന്നത്. ഈ മെഷീന് പിന്നാലെ തന്നെ ഈ ഫിറ്റ്നസ് ട്രെയിനറെ കൂടി ചിലപ്പോൾ നിയമിച്ചേക്കുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട് കേട്ടോ. സംസ്ഥാനത്തെ കേന്ദ്രം ഞെരുക്കുന്നു എന്നും കിട്ടേണ്ട വിഹിതമൊന്നും കൊടുക്കുന്നില്ല എന്നുമൊക്കെയാണ് ഇവിടുത്തെ ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ പരിവേദനം. അദ്ദേഹത്തിൻ്റെ ആ വിലാപത്തിനിടെയാണ് ധനവകുപ്പിൻ്റെ അനുമതിയോടുകൂടി ഫിറ്റ്നസ് ഉപകരണങ്ങളുടെ ടെൻഡർ ഇപ്പോൾ വന്നിരിക്കുന്നത്. മുണ്ടുമുറുക്കി ഉടുക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും ഈ ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ സർക്കാരിന് തടസ്സമല്ല എന്നുകൂടി പറയേണ്ടി വരുന്നു. കാശില്ലെന്ന് കരയുന്നു, പക്ഷേ അപ്പോഴും നമ്മുടെ സ്പീക്കറുടെ ശരീരം നോക്കണ്ടേ? ആ ശരീരം പുഷ്ടിപ്പെടുത്തുവാൻ സർക്കാർ ചിലവിൽ ഉപകരണങ്ങൾ വാങ്ങണ്ടേ? അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. വെറുതെ നമ്മൾ സംശയിക്കരുത് നമ്മുടെ ഈ എം ഷംസീർ എന്ന പാവപ്പെട്ട സ്പീക്കറിനെ. കേന്ദ്രം കാണിക്കുന്നത് അവഗണനയാണ്, കേരളത്തെ ഞെക്കിപ്പിഴിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ള പരിവേദനം നടത്തുന്ന, കരച്ചിൽ നടത്തി വിലപിച്ചു നടക്കുന്ന നമ്മുടെ KN ബാലഗോപാൽ എന്ന് പറയപ്പെടുന്ന ധനമന്ത്രി താങ്കൾ കാണുന്നുണ്ടോ? അങ്ങ് വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചു പോകപ്പെട്ട ആൾക്കാരുടെ വീടുകളിലേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും താങ്കളും അടക്കമുള്ളവർ ശ്രദ്ധിക്കുക. അവിടെ കരഞ്ഞ് വിലപിച്ചു കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരുടെ രോദനങ്ങളുണ്ട്, വേദനകളുണ്ട്. അത് മനസ്സിലാക്കുക. അവരെ ഒന്ന് സഹായിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ധനസഹായം കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ പോലും വന്നിട്ടില്ലാത്ത കാര്യമാണ്. അവിടെയാണ് നിങ്ങൾ സ്പീക്കർ AM ഷംസീറിൻ്റെ ശരീരപുഷ്ടിയെക്കുറിച്ച് ഓർത്തത്, ശരീരം മിനുസപ്പെടുത്തുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിച്ചത്. കൊള്ളാം, അതൊക്കെ നല്ലത് തന്നെയാണ്. നിയമസഭാ സ്പീക്കറെ നിങ്ങൾ പുഷ്ടിപ്പെടുത്തിക്കോളൂ. വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ മറന്നോളൂ. ഇപ്പോൾ വയനാട്ടിലല്ല, നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ മറന്ന് നിങ്ങളുടെ മാത്രം കാര്യം നടത്തി മുന്നോട്ട് പോകുന്നൊരു സംവിധാനമാക്കി കേരളത്തിൻ്റെ മന്ത്രിസഭയെ മാറ്റി എന്നുള്ളതിൽ ലജ്ജിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ മന്ത്രിസഭയും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞു പോകുമ്പോഴും ഇതുപോലുള്ള ധൂർത്തുകൾക്കൊന്നും ഒരു കുറവും വരുന്നില്ലല്ലോ. സാധാരണക്കാരനെ സംരക്ഷിക്കുവാനോ അവനെന്തെങ്കിലും ഒരു നീതി ലഭിക്കുവാനോ കഴിയാത്തൊരു സാഹചര്യമാണല്ലോ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് കേൾക്കുമ്പോൾ, എന്നറിയുമ്പോൾ, എന്ന് മനസ്സിലാക്കുമ്പോൾ ഖേദമുണ്ട് മന്ത്രി, അതിൽ ഖേദമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിവിടെ ശരീരം പുഷ്ടിപ്പെടുത്തുവാനുള്ള ഇത്തരത്തിലുള്ള ടെൻഡറൊക്കെ വിളിച്ച് ലക്ഷങ്ങൾ പൊടിക്കുമ്പോൾ അങ്ങ് അകലെ വയനാട്ടിൽ, വളരെ വിദൂരമല്ലാതെ വയനാട്ടിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കാത്തിരിക്കുന്ന കുറേ കുരുന്നുകളുണ്ട്. അവരെ മറന്നു പോകരുത്. അവർക്ക് കൊടുക്കുവാനുള്ളൊരു ധനസഹായത്തെക്കുറിച്ചെങ്കിലും ഒന്ന് ഓർത്തു നോക്കുക. നിങ്ങൾ പറയുന്ന കേന്ദ്രം നിങ്ങളെ ഞെക്കി പിഴിയുന്നു എന്ന് പറയപ്പെടുന്ന ഈ അവസരത്തിൽ നിങ്ങളിങ്ങനെ ലക്ഷങ്ങൾ വാരി വിതറി പൊടിച്ചു കളയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ആ പാവപ്പെട്ടവർക്കെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക.